പ്രൈസ് ലോർഡ്. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നാം വായിക്കുന്ന തിരുവചനം എല്ലാ മനുഷ്യർക്കും ഏറ്റവും ജീവിതത്തിന് അത്യാവശ്യമായ ഒരു കാര്യമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഇത് തീർച്ചയായും നിങ്ങൾക്ക് ആവശ്യമാണ്. ഞാൻ ഈ പറയുന്ന തിരുവചനത്തിൽ കൂടി കർത്താവ് വെളിപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ ഒരു കാര്യം ഇല്ലാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളും ദുരന്തങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഇതാണ്. യാക്കോബ് ശ്ലീഹായുടെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവന് അത് ലഭിക്കും. കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന്. ഇന്ന് ദൈവത്തിൻ്റെ ജ്ഞാനം നമുക്ക് യഥാസമയം ഇല്ല എങ്കിൽ വരാവുന്ന നഷ്ടങ്ങളും പരാജയങ്ങളും ദുരിതങ്ങളും അനവധിയാണ്. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ AI-യുടെ കാലഘട്ടങ്ങളിൽ പല രീതിയിൽ മനുഷ്യൻ വഞ്ചിക്കപ്പെടുന്നുണ്ട്. ഇതിനെയെല്ലാം അതിജീവിക്കാൻ, ഓരോ കാലഘട്ടത്തിൻ്റെയും പ്രശ്നങ്ങളെ അതിജീവിക്കാൻ നമുക്ക് ഏവർക്കും ആവശ്യമാണ് ദൈവത്തിൻ്റെ ജ്ഞാനം. ദൈവത്തിൻ്റെ ജ്ഞാനം നന്മ തിന്മകളെ വേർതിരിച്ച് അറിയാൻ മനുഷ്യനെ സഹായിക്കുന്നതാണ്. ദൈവത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ, ദൈവത്തിൻ്റെ ചിന്താഗതിയിൽ നമുക്ക് ചിന്തിക്കാൻ, ദൈവത്തിൻ്റെ വിചാരങ്ങൾ നമുക്ക് അറിയാൻ, മനസ്സിലാക്കാൻ ദൈവത്തിൻ്റെ ജ്ഞാനം ആവശ്യമാണ്. ദൈവത്തിൻ്റെ ഹിതം മനുഷ്യരുടെ ജീവിതത്തിൽ ചെയ്യാൻ അവിടുത്തെ ജ്ഞാനം അനുപേക്ഷണീയമാണ്. അതിനാൽ ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ ജ്ഞാനത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജ്ഞാനം സമ്പാദിക്കുക എന്നത് മറ്റേത് സമ്പാദ്യങ്ങളെക്കാളിലും ഏറ്റവും ഉയർന്നതാണ്. വചനം പറയുന്നു, ശരിയേത് തെറ്റേത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് ആവശ്യം ജ്ഞാനമാണ്. ശരിയായി ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ, ഉദാഹരണത്തിന് ക്ലാസ്സിൽ ടീച്ചേഴ്സ് പഠിപ്പിക്കുമ്പോൾ എല്ലാ സ്റ്റുഡൻസും ഒരുപോലെ മനസ്സിലാക്കുകയാണ് എങ്കിൽ, ടീച്ചേഴ്സ് ഉദ്ദേശിക്കുന്നത് പോലെ മനസ്സിലാക്കുകയാണെങ്കിൽ എല്ലാവർക്കും 100% മാർക്ക് ഉറപ്പാണ്. എന്നാൽ പല സ്റ്റുഡൻസിനും പല മാർക്ക് കിട്ടുന്നത് പലരും മനസ്സിലാക്കുന്ന രീതിയിൽ വ്യത്യസ്തങ്ങളാണ്. അതിനാൽ ഇന്ന് ദൈവത്തിൻ്റെ ജ്ഞാനം നമുക്കെല്ലാ കാര്യങ്ങളിലും നമ്മെ സഹായിക്കും. ആപത്ത് കണ്ടറിഞ്ഞ് മാറുവാൻ നമുക്ക് കർത്താവിൻ്റെ ജ്ഞാനം ആവശ്യമാണ്. ശരിയായി പ്രതികരിക്കുവാൻ ദൈവത്തിൻ്റെ ജ്ഞാനം ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. പ്രത്യേകിച്ച് പ്രകോപനപരമായ സാഹചര്യങ്ങളിൽ, പ്രകോപനപരമായ വ്യക്തികളിൽ നിന്ന് ഉചിതമായ രീതിയിൽ ഒഴിഞ്ഞു മാറാൻ, സൗമ്യമായി മറുപടി നൽകാൻ ദൈവത്തിൻ്റെ ജ്ഞാനം അത്യന്താപേക്ഷിതമാണ്. വചനം പറയുന്നു, ജ്ഞാനം സമ്പാദിക്കുക ഏറ്റവും പ്രധാനമാണ്. ജ്ഞാനി ആപത്ത് കണ്ടറിഞ്ഞ് മാറുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകം 22-ാം അധ്യായം 3-ാം വാക്യത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു, ജ്ഞാനി ആപത്ത് കണ്ടറിഞ്ഞു മാറുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ, നമ്മുടെ കുടുംബത്തിൽ, ഔദ്യോഗിക ജീവിതത്തിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, വ്യക്തിബന്ധങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിൽ, നമ്മുടെ സംസാരത്തിൽ എല്ലാം ദൈവത്തിൻ്റെ ജ്ഞാനം നിറഞ്ഞ് കവിയുമ്പോൾ നമ്മുടെ ജീവിതം വേറൊരു ലെവലിലേക്ക് മാറും. ദൈവത്തിൻ്റെ ജ്ഞാനമാണ് പരമപ്രധാനം. അതിനാൽ മനുഷ്യൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കുമ്പോൾ, നാം ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ
അങ്ങയുടെ ജ്ഞാനം തരണമേ. കുടുംബജീവിതം നല്ല രീതിയിൽ നയിക്കാൻ ദൈവത്തിൻ്റെ ജ്ഞാനം വലിയ പ്രാധാന്യമർഹിക്കുന്നു. കുടുംബത്തിൽ മക്കളോടും ജീവിത പങ്കാളിയോടും ഇൻലോസിനോടും എങ്ങനെ ഇടപെടണം, സന്തോഷത്തിലും സമാധാനത്തിലും കുടുംബം കൊണ്ടുപോകാൻ എല്ലാം സഹായിക്കുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. അതിനാൽ ഇന്നീ പ്രഭാതത്തിൽ കർത്താവിൻ്റെ പൂർണ്ണജ്ഞാനിയായ, ജ്ഞാനത്തിൻ്റെ ഉറവിടമായ ദൈവത്തോട് നമുക്ക് ജ്ഞാനം ചോദിച്ചു വാങ്ങാം. ജ്ഞാനത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് ആഗ്രഹത്തോടെ ചോദിക്കാം. ദൈവത്തിൻ്റെ ജ്ഞാനം മനുഷ്യനിൽ നിറഞ്ഞു കവിയുമ്പോൾ അവൻ്റെ ചിന്താഗതികളിൽ മാറ്റം വരുന്നു, അവൻ്റെ സംസാരത്തിൽ മാറ്റം വരുന്നു, അവൻ്റെ കാഴ്ചപ്പാടുകളിൽ മാറ്റം വരുന്നു, അവൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുന്നു, ജീവിതക്രമങ്ങളിൽ മാറ്റം വരുന്നു. പ്രാധാന്യം അർഹിക്കുന്നതിന് പ്രാധാന്യം നൽകാൻ ദൈവത്തിൻ്റെ ജ്ഞാനത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസം നോക്കുമ്പോഴും ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. എന്നാൽ ഇവയിൽ പ്രാധാന്യം അർഹിക്കുന്നത് ഒന്നാം സ്ഥാനം നൽകാൻ, ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യം ചെയ്യാൻ അതിന് ദൈവത്തിൻ്റെ ജ്ഞാനം ആവശ്യമാണ്. അതാണ് കർത്താവ് നമ്മോട് പറയുന്നത്. നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവൻ ഉദാരമായി നമുക്ക് നൽകും. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. കർത്താവെ, നിന്റെ ജ്ഞാനത്താൽ എന്നെ നിറയ്ക്കണമേ. ദൈവമായ കർത്താവെ, ഇന്ന് ഞങ്ങൾ ഓരോരുത്തരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വലിയ പ്രശ്നങ്ങൾക്ക് ഒരു കാരണം ദൈവത്തിൻ്റെ ജ്ഞാനമില്ലാതെ ഞങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ടാണ്. ദൈവിക ജ്ഞാനം ഞങ്ങൾ ഓർത്തു, ഞങ്ങൾ ജ്ഞാനികളാണ്, ഞങ്ങൾക്കെല്ലാം അറിവുണ്ട്. എന്നാൽ ദൈവമേ, നിന്റെ ജ്ഞാനത്തിൻ്റെ കുറവ് കൊണ്ട് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിഞ്ഞില്ല, ശരിയായി പ്രതികരിക്കാനോ പ്രവർത്തിക്കാനോ സാധിച്ചില്ല. പ്രാധാന്യം നൽകേണ്ടിയവർക്ക് പ്രാധാന്യം നൽകാൻ സാധിച്ചില്ല. പ്രാധാന്യം അർഹിക്കുന്ന ജോലികൾ പ്രാധാന്യത്തോടെ ചെയ്യാൻ സാധിച്ചില്ല. ഇന്ന് എൻ്റെ ജീവിതത്തിൽ അനവധി പ്രശ്നങ്ങൾക്ക് കാരണം കർത്താവിൻ്റെ ജ്ഞാനം എനിക്ക് ഇല്ലാതെ ഞാൻ പ്രവർത്തിച്ചതുകൊണ്ടാണ്. എൻ്റെ കുടുംബ ജീവിതത്തിൽ എൻ്റെ തകർച്ചകളുണ്ടായത്, എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ തകർച്ചകളുണ്ടായത്, എൻ്റെ അക്കാഡമിക് ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നത് കർത്താവെ, നിന്റെ ജ്ഞാനമില്ലാതെ ഞാൻ പ്രവർത്തിച്ചതുകൊണ്ടാണ്. നിന്റെ ജ്ഞാനം ഇല്ലാത്തതുകൊണ്ട്, മുൻകോപവും മുൻശുണ്ടിയും കാരണം എനിക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിച്ചില്ല. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശരിയായ തീരുമാനങ്ങൾ എടുക്കാത്തതിൻ്റെ കാരണം ഇന്ന് പല പ്രതിസന്ധികളിലും പല പ്രശ്നങ്ങൾക്കും ഞങ്ങൾ ഇരയായിരിക്കുന്നു. ദൈവമേ, ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു, എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരിലേക്കും ദൈവമേ, നിന്റെ അനന്തമായ ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ. സോളമന് ജ്ഞാനം നൽകിയ കർത്താവെ, ഇന്ന് തെറ്റിൽ നിന്ന് പുറത്തു വരുവാൻ, ശരിയേത് തെറ്റേത് എന്ന് വിവേചിച്ചറിഞ്ഞ് ശരിയെ ഉൾക്കൊള്ളുവാനും സ്വീകരിക്കുവാനും തെറ്റിനെ പൂർവാധികം മാറ്റി നിർത്താനും ഉപേക്ഷിക്കാനും ദൈവമേ, നിന്റെ ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. ഈ പുതിയ യുഗത്തിൽ ദൈവമേ, നിന്റെ ജ്ഞാനം കൂടാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ സാധ്യമല്ല. ശരിയായ രീതിയിൽ ജീവിക്കാൻ, ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ, ശരിയായ തിരഞ്ഞെടുപ്പുകൾ നടത്താൻ എല്ലാം കർത്താവെ, അങ്ങയുടെ ജ്ഞാനം അനിവാര്യമാണ്. അതിനാൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഓരോരുത്തരും നിന്റെ ജ്ഞാനത്തിനു വേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നു. അതാത് കാര്യങ്ങൾക്ക് അതാത് സമയത്ത് ആവശ്യമായ ദൈവിക ജ്ഞാനം നൽകി ഞങ്ങളെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റണമേ. പുതിയ ജീവിതത്തിന് പുതിയ അർത്ഥം നൽകണമേ. ഇന്നുവരെ ഞങ്ങൾ ചെയ്തു പോയ വിഡ്ഢിത്തരങ്ങളും തെറ്റുകളും കുറവുകൾക്കും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, നിന്റെ ജ്ഞാനമില്ലാതെ പ്രവർത്തിച്ച, സംസാരിച്ച, ചിന്തിച്ച ഓരോ കാര്യങ്ങൾക്കും ഞങ്ങൾ ഈ പ്രഭാതത്തിൽ മാപ്പ് ചോദിക്കുന്നു. ദൈവമേ, ഇന്നു മുതൽ ഒരു പുതിയ ജീവിതം, ജ്ഞാനദീപ്തമേറിയ ഒരു പുതിയ ജീവിതം നയിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ജ്ഞാനത്തിൻ്റെ പൂർണ്ണനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ജ്ഞാനത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഇന്ന് എന്നെ കേൾക്കുന്ന ഞങ്ങൾ ഓരോരുത്തരിലും വന്നു നിറഞ്ഞ് കർത്താവിൻ്റെ തിരുഹിതം വിവേചിച്ചറിഞ്ഞത് പ്രവർത്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ.
ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ പഠിപ്പിക്കണമേ, ഞങ്ങളെ നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ദൈവമേ, നിന്റെ ജ്ഞാനത്താൽ ഞങ്ങളെ നിറച്ചുകൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് അങ്ങേക്ക് കൊടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം കാര്യങ്ങളെ വിവേചിച്ചറിഞ്ഞ്, നന്മ തിന്മകളെ വിവേചിച്ചറിഞ്ഞ് നന്മയെ സ്വീകരിക്കുന്നതിനും തിന്മയെ ബഹിഷ്കരിക്കുന്നതിനും കർത്താവ് നമുക്ക് അവിടുത്തെ ജ്ഞാനത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും നൽകി നമ്മുടെ ജീവിതത്തിന് ഒരു പുതിയ അർത്ഥം നൽകി നമ്മെ ഇന്ന് അനുഗ്രഹിക്കട്ടെ. ഇന്ന് നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ ജ്ഞാനം നിങ്ങളെ നയിച്ചിരിക്കും. നിങ്ങൾക്ക് വിജയവും സന്തോഷവും സമാധാനവും ഇന്ന് പൂർവാധികം നിങ്ങൾക്ക് ലഭിക്കും. കർത്താവിൻ്റെ ജ്ഞാനത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്കാവശ്യമായ എല്ലാ മേഖലയിലും നിങ്ങളെ സഹായിക്കും, അനുഗ്രഹിക്കും. എല്ലാവർക്കും സന്തോഷമായ ഒരു ദിവസം ഞാൻ ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഈ പ്രാർത്ഥന നിങ്ങൾ ഷെയർ ചെയ്യണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.